ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരി വിത്ത് zalkadhoziയാണ്. അതിനായിട്ട് ഞാനൊരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സാരി ത്രെഡാണ്. 24ൻ്റെ ആരി നീഡിലും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ത്രെഡിലൊരു കെട്ടിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എൻഡ് നോട്ട് കൊടുക്കാം. എൻഡ് നോട്ട് എല്ലാവർക്കും ഇടാൻ അറിയായിരിക്കും. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണണേ. അപ്പോൾ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. ചെയിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. zalkadhozi മെയിനായിട്ടും ചെയ്യുന്നത് ഫില്ലിംഗ് സ്റ്റിച്ചിനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലീഫ്, ഫ്ലവറൊക്കെ ഫില്ലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്റ്റിച്ച് ചെയ്ത് പോകണം. ചെറിയ ലൂപ്പ് എടുത്തിട്ട് ഓരോ ചെറിയ ചെയിനായിട്ട് ചെയ്ത് പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കർവൊക്കെ, അതായത് ഈ വളവൊക്കെ വരുമ്പോഴത്തേക്കും വളരെ വൃത്തികേടായിരിക്കും. നമ്മൾ ചെറുതായിട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ അകലമൊന്നും ഇല്ലാതെ നീറ്റായിട്ട് കിട്ടും. അതുപോലെ ഇതും നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈനിൻ്റെ കൂടെ തന്നെ ചേർത്ത് തന്നെ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അകലം വന്നാലും വൃത്തികേടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു കോർണർ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിങ്ങനെ വളച്ച് പോകരുത്. അങ്ങനെയാണെങ്കിൽ നൂല് പൊങ്ങിയിരിക്കും. അപ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ എൻഡ് നോട്ട് കൊടുക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് ചെറിയൊരു ലോക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഈ സ്റ്റിച്ച് ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് അടുത്ത കോർണർ പോയിന്റിൽ ചെന്നിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ലെയറാണ് ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന്, അതായത് ഔട്ട്ലൈനിൽ നിന്ന് നമ്മൾ അകത്തേക്കാണ് വരുന്നത്. ഒരിക്കലും അകത്തുനിന്ന് നമ്മൾ ഇതുപോലെ കറങ്ങി പുറത്തേക്ക് വരരുത്. എപ്പോഴും ഔട്ട്ലൈൻ ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ അകത്തേക്ക് പോകാനായിട്ട്.